സത്യം പറയുന്നവൻ ക്രൂശിക്കപ്പെടുമെന്നുള്ളത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിഷയത്തിൽ വ്യക്തമായിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 540 മണ്ഡലങ്ങളുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു മണ്ഡലത്തിൽ ഒരു അസംബ്ലിയിൽ 1,250,000 കള്ള വോട്ടർമാർ, കള്ള വോട്ടുകളല്ല, പൗരത്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ, ഊരും പേരുമറിയാത്ത തന്തയില്ലാത്ത 1,250,000 വോട്ടർമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന്റെ സാരം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമാകുന്നതാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങളെ അവഗണിച്ച് മതാധിപത്യവും വർഗീയതയും വിഭാഗീയതയും ജാതീയതയും മാനദണ്ഡമാക്കിയുള്ള ഒരു ഭരണമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമധർമ്മം അധികാരത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞവർ രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ തെളിവുകൾ നിരത്തി നിയമലംഘനം സംഭവിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ വ്യക്തമായ വിവരാവകാശ ലംഘനമാണ് സംഭവിക്കുന്നത്. ക്രൂരനാം ചെന്നായ പോൽ മാറിടാൻ നരജന്മമായി പിറന്ന നിനക്കായെങ്കിൽ ഇല്ല നിനക്കൊരിക്കലും ശാപമോശം ഈ ഉലകിൽ. ക്രൂരനായ ഭരണാധികാരിക്ക് നിന്ദിതിയുടെ വസ്ത്രം ധരിക്കേണ്ടി വരും, അത് തീർച്ച.